ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് അമേസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വരാം. ഇന്ന് നമ്മൾ ഒരു ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേര് ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്കിത് ഡെസ്ക്ടോപ്പായി കണക്ട് ചെയ്യാനുള്ള ഒരു ആപ്പാണ്. നമുക്ക് മൊബൈൽ ഒരു റിമോട്ട് പോലെ ആക്കി ഡെസ്ക്ടോപ്പിനെ മുഴുവനായി കൺട്രോൾ ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഇറ്റ്സ് യൂസ്ഫുള്ളായ ഒരു ആപ്പാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് അവൈലബിൾ ആണ്. ക്രോം റിമോട്ട് എന്ന് അടിച്ചാൽ മതി. ക്രോം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്നാണ് പേര്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 MB അതിന് താഴെ സൈസ് ഈ ആപ്പിന് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ആപ്പ് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് വൈഫൈ കണക്ട് ചെയ്തിടുക. പിന്നെയുള്ളത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കണക്ഷൻ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടറിലത്തെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇനി ചെയ്യാനുള്ളത് ക്രോം തുറക്കുക നിങ്ങൾ. അപ്പോൾ ഈ ആപ്പ് നമ്മൾ ക്രോം വെബ് സ്റ്റോറിൽ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ്. ഫ്രീ ആപ്പാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിങ്ങനെയാണ് വരിക സ്ക്രീൻ. അപ്പോൾ ഇതിൽ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ പേര് കേട്ടോ. ചേഞ്ച് പിൻ അടിക്കുക. ഒരു കസ്റ്റം പിൻ ഇപ്പോൾ അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ അടിക്കുക, റീടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ പിൻ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി പിൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. എന്നിട്ട് അത് ഓൺ ചെയ്ത് ഇങ്ങനെ ഇടുക ഈ ആപ്ലിക്കേഷൻ ഡെസ്ക്ടോപ്പിൽ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മൊബൈലിലത്തെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ടിട്ട് കണക്ട് ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഡെസ്ക്ടോപ്പിൽ ചെയ്യാനുള്ളൂ. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, മൊബൈൽ സ്ക്രീനിലേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഡെസ്ക്ടോപ്പിൽ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വൈഫൈ കണക്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്രോം ആപ്പ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ നമ്മൾ കണക്ട് ചെയ്ത കമ്പ്യൂട്ടറിൻ്റെ പേര് കാട്ടുന്നതാണ്. കണക്ട് ചെയ്യാം. അപ്പോൾ അവരൊരു പിന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്ത ആ പിന്ന് തന്നെ അടിച്ചു കൊടുക്കുക. കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാം എൻ്റെ ഡെസ്ക്ടോപ്പ് ഫോണിൽ ക്ലിയറായി കാണാൻ പറ്റുന്നതാണ്. നമുക്കിതിനി കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കിത് തുറന്ന് കാട്ടാം. ഒരു ഫോൾഡർ എടുത്തിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഓരോ ഫോൾഡേഴ്സ് നോക്കി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റായി കൺട്രോൾ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്. ഒരു ഫിലിം ഞാൻ പ്ലേ ചെയ്തു, അതും ശരിയാവുന്നുണ്ട്. അപ്പോൾ തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് സുഖമായി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇതിൽ കൂടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോൺ ഓവർലേയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഡെസ്ക്ടോപ്പ് ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.